Alhamdulillahi Rabbil Alameen. Wa subhanallahil azim. Wa la hawla wa la quwwata illa billahil aliyyil azim. Nahmaduhu wa nasta'inuhu wa nastaghfir wa na'udhu billahi min shururi anfusina wa min sayyiati a'malina wa ashhadu an la ilaha illallah wahdahu la sharika lah wa ashhadu anna Muhammadan abduhu wa rasuluh. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണാനന്തര കർമ്മങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കി വരികയായിരുന്നു. ഒരാളെ മറവ് ചെയ്ത് അതിനുശേഷമുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ച് ആ ഖബറടക്കം പൂർത്തിയായി തിരിച്ചു പോകുമ്പോഴാണ് മുമ്പ് നമ്മൾ ഖുതുബയിൽ മനസ്സിലാക്കിയതുപോലെ ഉഹദ് മലയോളം പോന്ന ഖിറാത്ത്, ആ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കണ്ടുപോകുന്ന ഒരു രീതിയല്ല, മറിച്ച് മയ്യത്ത് നമസ്കാരത്തിലും മയ്യത്ത് മറമാടുന്നതിലും എല്ലാത്തിലും പങ്കാളികളാകാൻ പരമാവധി വിശ്വാസികൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഖബർ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഷഖ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പോലെ കുഴി കുടിച്ച് അതിൻ്റെ മധ്യത്തിൽ കുറച്ച് ആഴത്തിൽ വീണ്ടും കുടിച്ച് അതിലേക്ക് മയ്യത്തിറക്കി വെക്കുന്ന രീതി. മറ്റൊന്ന് ലഹ്ദാണ്. ലഹ്ദ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് മണ്ണെടുത്ത് ആ ഉള്ളിലേക്ക് മയ്യത്ത് കയറ്റി വെക്കുന്ന രൂപം. ആ രണ്ട് രീതിയും അജ്മഅൽ ഉലമ അന്ന ദഫ്ന ഫിൽ ലഹ്ദി വ ഫി ഷഖി ജായിസാൻ. രണ്ട് രീതിയും അനുവദനീയമാണ്. രണ്ട് രൂപത്തിലുള്ള ഖബറുകളും അനുവദനീയമാണ്. ഓരോ നാട്ടിലെ മണ്ണിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് രണ്ടിൽ സൗകര്യമുള്ള ഖബർ സ്വീകരിക്കാം. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ, ഖബറിലേക്ക് വെക്കാൻ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വേഗത കാണിക്കുക എന്നുള്ളത്, ഏത് കാര്യത്തിലും ധൃതി കാണിക്കൽ, മയ്യത്തുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിലും ധൃതി കാണിക്കാൻ റസൂലുള്ളാഹിയുടെ കൽപ്പനയുണ്ട്. അസ്രിഉ ബിൽ ജിനാസ, നിങ്ങൾ മയ്യത്തിൻ്റെ കാര്യത്തിൽ അസ്രിഉ, ധൃതി കാണിക്കണം. മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഉടനെ പെട്ടെന്ന് മറവ് ചെയ്യാൻ, ഇപ്പം മയ്യത്ത് കൊണ്ടുപോകേണ്ടത് വളരെ പതുക്കെയല്ല, എന്നാൽ വേഗത കാരണം ആ മയ്യത്ത് കട്ടിലിൽ നിന്ന് തെന്നുന്ന രൂപത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ കുറച്ച് ധൃതി കാണിച്ചുകൊണ്ടാണ് മയ്യത്ത് കൊണ്ടുപോകേണ്ടത്. നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്നൊരു രീതിയാണ് മയ്യത്ത് പോകുന്ന സമയത്ത് പ്രത്യേകമായ ഈണത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഒരു രീതി. അതൊരാൾ തുടങ്ങും, പിന്നെ എല്ലാവരും ഏറ്റുചൊല്ലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് മയ്യത്ത് കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ എവിടെയും ഒരു ലാ ഇലാഹ ഇല്ലല്ലയോ മറ്റേതെങ്കിലും ദിക്റുകളോ ചൊല്ലിപ്പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഷാഫി മദ്ഹബിൽ പോലും അതില്ല. നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷവും ഷാഫി മദ്ഹബുകൾ ആണ് എന്ന് പറയുന്നവരാണ്. എന്നാൽ ഷാഫി മദ്ഹബിൽ അഭിപ്രായം പോലും
മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുകയാണ്, വഅലം അന്ന സ്വവാബൽ മുഖ്താർ മാ കാന അലൈഹി സലഫ് ഇന്ദ സൈരിൽ ഇന്ദ മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹും അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജിനാസ. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് സലഫുകളുടെ രീതി. ആരാണ് സലഫുകൾ? സ്വഹാബികൾ, താബിയകൾ, തബഉ താബിയകൾ. ആ സലഫുകളുടെ രീതി അസ്സുകൂത്ത്, മൗനം പാലിക്കുക എന്നതാണ്. ഫലാ യർഫഅ സൗതൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക്. അവർ ആ സമയത്ത് പ്രത്യേകമായി ദിക്ർ ചൊല്ലിയിരുന്നില്ല, അവർ പ്രത്യേകമായി ഖിറാഅത്ത് ഖുർആൻ പാരായണം നടത്തിയിരുന്നില്ല, അങ്ങനെ ഒന്നും തന്നെ അവർ ചെയ്തിരുന്നില്ല എന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുകയാണ്. ഇപ്പം മദ്ഹബിൻ്റെ അടിസ്ഥാനം പോലും നമ്മുടെ നാട്ടിൽ ഈ ചെയ്തു വരുന്ന ദിക്ർ ചൊല്ലുന്നതിനില്ല. അതിനുശേഷം ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുകയാണ്, ഭൂരിപക്ഷം അങ്ങനെ ചെയ്യുകയാണെങ്കിലും നീ അതിൽ വഞ്ചിതനാകണ്ട. ഇപ്പം ജനങ്ങൾ അങ്ങനെ ചെയ്യുന്നു, ഭൂരിപക്ഷം അങ്ങനെ ചെയ്യുന്നു എന്നതുകൊണ്ട് നീ ആ പ്രവർത്തനം ചെയ്യേണ്ടതില്ല. സലഫുകൾ അത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇപ്പം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗനം പാലിക്കലാണ് സുന്നത്ത്. ഇതുപോലെ ഒരു ദിവസം എനിക്കും പോകാനുണ്ട്. ആളുകൾ ഇതുപോലെ എന്നെയും ചുമലിൽ വഹിച്ചു കൊണ്ടുപോകും. ആ ഒരു ഓർമ്മയിലാണ് മയ്യത്തിനെ അനുഗമിക്കേണ്ടത്. അതുപോലെ തന്നെ മയ്യത്ത് എടുക്കുന്ന സമയത്തൊരു പ്രത്യേകമായ പ്രാർത്ഥന. ഒരു ഉസ്താദിനെ കാത്തിരിക്കാൻ, ഉസ്താദ് വന്ന് പ്രാർത്ഥിച്ച് ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, ഫലഖ് ഓതി, അതിനുശേഷമാണ് മയ്യത്ത് കൊണ്ടുപോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾ എത്ര മരണങ്ങൾ നടന്നു. അവിടെ എവിടെയെങ്കിലും ആ മയ്യത്ത് എടുക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെത്തി പ്രത്യേകമായൊരു പ്രാർത്ഥന നിർവഹിച്ച് പ്രത്യേകമായൊരു ഫാത്തിഹ ഓതി അങ്ങനെ മയ്യത്ത് കൊണ്ടുപോയത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം ഇബാദത്താണ്. ആ ഇബാദത്ത് ദീനിലുണ്ടാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽ, പ്രവാചകന്റെ ഹദീസുകളിൽ നമുക്കതിന് പിൻബലം വേണം. പിന്നീട് മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കണം. ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഖിബിലയിലേക്ക് ചെരിച്ചുകൊണ്ടാണ് മയ്യത്ത് ഖബറിൽ വെക്കേണ്ടത്. മയ്യത്ത് ഖബറിൽ വെക്കുന്നൊരു രൂപം നേരെ മലർന്ന് കിടക്കുന്ന രൂപത്തിലല്ല മയ്യത്തിനെ വെക്കേണ്ടത്. മറിച്ച് ഖിബിലയിലേക്ക് മുഖം ചെരിഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ, ശരീരം ചെരിഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ, അങ്ങനെയാണ് മയ്യത്ത് ഖബറിലേക്ക് വെക്കേണ്ടത്. അൽ ഖിബില ഖിബിലത്തുൽ മുസ്ലിമീൻ അഹ്യാഅൻ വ അംവാതൻ. ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെടുമ്പോഴും നമുക്ക് ഒരേ ഖിബിലയാണ്. എത്രയോ തലമുറകൾ മരണപ്പെട്ടു, എത്രയോ മുസ്ലിമീങ്ങൾ മരണപ്പെട്ടു, അവരെല്ലാം ഖബറിലേക്ക് ഇറക്കി വെച്ചു. ആ കോടിക്കണക്കിന് മനുഷ്യരുടെ മുഖങ്ങൾ, അവരുടെ മയ്യത്തുകൾ ഖിബിലയിലേക്ക് തിരിച്ചുകൊണ്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഖിബിലയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ജീവിച്ചിരിക്കുമ്പോൾ എത്രത്തോളം ഖിബിലയുമായി നമുക്ക് ബന്ധമുണ്ട്. നമസ്കാരത്തിന് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് എത്താൻ, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോഴാണ്, ആ വിഷയത്തിൽ ഒരു ശ്രദ്ധയുണ്ടാകുമ്പോഴാണ് മരണത്തിന് ശേഷമുള്ള കർമ്മങ്ങളിൽ നമുക്ക് ഫലമുണ്ടാകുന്നത്. ഏതായിരുന്നാലും ഖബറിലേക്ക് വെക്കേണ്ടത് ആ രൂപത്തിലാണ്. ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ബിസ്മില്ലാ വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറയൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചര്യയാണ്. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാ വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖബറിലേക്ക് വെക്കേണ്ടത്. വലതുഭാഗം ചെരിച്ച് കിടത്തുന്ന രൂപത്തിൽ, ഖിബിലയിലേക്ക് മുഖമാകുന്ന രൂപത്തിൽ, അങ്ങനെ മയ്യത്ത് ആദരവോടുകൂടെ പെട്ടെന്ന് ഖബറിലേക്ക് ഇറക്കി വെച്ച്, അല്ല, നമ്മളൊരു ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ എത്രത്തോളം ആദരവ് നൽകും, അതുപോലെ മരണപ്പെട്ട് മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴും ആ രീതി നമ്മൾ സ്വീകരിക്കണം. സലഫുകളിൽ ചിലർ സ്ത്രീകളാണെങ്കിൽ മയ്യത്തിൻ്റെ മുകളിൽ ഒരു തുണി പിടിക്കാറുണ്ട്. അത് ശരീരത്തിൻ്റെ ആകൃതി, ഒരു മയ്യത്ത് തുണി കൊണ്ട് പൊതിഞ്ഞാലും ചിലപ്പോൾ ആകൃതി പ്രകടമാകും. അത് കാണാതിരിക്കാൻ താബികളിൽ ചില മുൻഗാമികൾ ആ മയ്യത്ത്, സ്ത്രീകളുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ മറ്റുള്ളവർ, അന്യർ ആ മയ്യത്ത് കാണരുത് എന്ന് കരുതി ഒരു തുണി കൊണ്ട് മയ്യത്ത് പൊതിയാറുണ്ട്. ഒരു തുണി മുകളിൽ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കും. നമ്മുടെ നാട്ടിൽ ജനങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ആകാശം കാണാൻ പാടില്ല മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്.
അതുകൊണ്ട് ആണുങ്ങൾ മരണപ്പെട്ടാലും മുകളിലൊരു തുണി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടാകും, എന്നിട്ട് താഴെ നിന്ന് എല്ലാവരും മയ്യത്ത് നോക്കി നിൽക്കാൻ. അതല്ല, സ്ത്രീകളുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഒരു സൂക്ഷ്മതയുടെ ഭാഗമായി കൊണ്ട് ചില സലഫുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, മരിച്ച തുണിയിൽ പൊതിഞ്ഞ് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് പോലും ശരീരഭാഗങ്ങൾ അന്യർ കാണുന്നതിനെ എത്ര സൂക്ഷ്മതയോടുകൂടെയാണ് നമ്മുടെ മുൻഗാമികൾ കണ്ടിട്ടുള്ളത് എങ്കിൽ പിന്നെ എങ്ങനെയാണ് പിൻഗാമികൾക്ക് മരിച്ച വീട്ടിൽ മയ്യത്ത് കാണാൻ വരുന്ന സമയത്ത് പോലും ഔറത്ത് കാണാതെ ഒരു സാരിയും ചുറ്റി ശരീരഭാഗങ്ങൾ കാണിച്ച്, കഴുത്ത് കാണിച്ച്, കൈ കാണിച്ച് ആ രൂപത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് നടക്കുന്നു. കല്യാണ വീടുകൾ പറയേണ്ട ആവശ്യമില്ല, കല്യാണത്തിൻ്റെ ആഘോഷങ്ങൾ പറയേണ്ടതില്ല, പ്രദർശന വസ്തുവാക്കി വെക്കുകയാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ച് അലങ്കരിച്ച് അണിയിച്ചൊരുക്കി സൗന്ദര്യ പ്രകടനത്തിലേക്ക് പോകുന്നു. നമ്മുടെ മുൻഗാമികളോ ഖബറിലേക്ക് മയ്യത്തിറക്കി വെക്കുന്ന സമയത്ത് പോലും ജീവനില്ല ശരീരത്തിൽ, പക്ഷേ ആ തുണികളിൽ പൊതിഞ്ഞു വെക്കുന്ന സമയത്ത് പോലും മറ്റൊരാളുടെ ഒരു നോട്ടം എൻ്റെ ശരീരത്തിൽ പതിയരുത് എന്ന അവരുടെ സൂക്ഷ്മത സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നു മാത്രം. അതുപോലെ തന്നെ പിന്നീട് കല്ല് വെക്കണം, കല്ല് വെച്ച് മൂടി അതിന് മുകളിലേക്കാണ് മണ്ണിടുന്ന രൂപമുണ്ടാകേണ്ടത്, അല്ലാതെ മയ്യത്തിലേക്ക് നേരിട്ട് മണ്ണിടുന്ന രീതിയല്ല. മയ്യത്ത് വെച്ചു, അതിന് മുകളിൽ കല്ലോ മറ്റെന്തെങ്കിലും പാകി അതിൻ്റെ മുകളിലേക്കാണ് മണ്ണിടേണ്ടത്. ഖബർസ്ഥാനിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ആദാബാണ് ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഖബർസ്ഥാനിലേക്ക് പ്രവേശിക്കാതിരിക്കുക. ചെരുപ്പ് ധരിച്ച് ഖബർസ്ഥാനിൽ എത്തി നിൽക്കുന്ന ഒരാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെരുപ്പ് അടിച്ചു മാറ്റാൻ ആവശ്യപ്പെടുന്നു. റസൂലുള്ളാഹി പറയേണ്ട താമസം അദ്ദേഹം ആ ചെരുപ്പ് വലിച്ചെറിയുന്നു. ചെരുപ്പ് ധരിക്കുക എന്നത് ചില പണ്ഡിതന്മാർ ഹറാമാണ് എന്ന് വരെ പറഞ്ഞവരുണ്ട്, ചിലർ അല്ല കറാഹത്താണ് എന്ന് പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും ഖബർസ്ഥാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കാതിരിക്കുക എന്നത് നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നാൽ അവിടെ ഒരു ലൊറ്, നല്ല ചരൽക്കല്ലുകളുണ്ട്, അല്ലെങ്കിൽ കാട് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്, ഒരു അപകടം ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഓരോ ഖബറിൻ്റെ അരികിലും ചെടി ഇങ്ങനെ കുത്തിവെക്കും. ആരും മരണപ്പെട്ട് കഴിഞ്ഞാലും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ ചെടിയുമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ചെടി കുത്തിവെച്ച് ഖബർസ്ഥാനം മുഴുവൻ ഒരു കാട് പിടിച്ച് കിടക്കാൻ മറ്റെവിടെയെങ്കിലും നമുക്കത് കാണാൻ കഴിയുമോ? അതിൽ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ചെടി വെക്കുന്ന രീതി. അതേത് സാഹചര്യത്തിലാണ് ആ ചെടി വെച്ചത്? അത് നമ്മൾ കഴിഞ്ഞ മുമ്പുള്ള ഖുത്ബയിൽ സൂചിപ്പിച്ചു. ആ രണ്ടുപേരുടെ ഖബറിനരികിലല്ലാതെ എത്രയെത്ര സ്വഹാബികൾ മരണപ്പെട്ടു. ബദറിൽ, ഉഹദിൽ, ഖന്തക്കിൽ എത്രയെത്ര സ്വഹാബാക്കൾ, റസൂലുള്ളാഹിയുടെ മക്കൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ, അവരെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ടു. അവരുടെ ഖബറുകളിലൊന്നും അങ്ങനെ ഒരു ചെടി വെക്കുന്ന രീതി നമുക്ക് കാണാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെടി വെച്ച് ഖബർസ്ഥാനം മുഴുവൻ ചെടി പിടിച്ച് വല്ല വിഷജന്തുക്കളുമുണ്ടോ, ഏതെങ്കിലും ജീവികളുണ്ടോ, ഒന്നും അറിയാത്ത രൂപത്തിൽ ഖബർ മുഴുവൻ ആ രൂപത്തിൽ ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഒരാൾ ചെരുപ്പില്ലാതെ പോയാൽ ഒരു ഉപദ്രവം ഉണ്ടാകുമെങ്കിൽ അവർക്ക് ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഖബർസ്ഥാനിലേക്ക് പ്രവേശിക്കാം. അല്ല, ഒരു പ്രയാസങ്ങളൊന്നുമില്ല എങ്കിൽ നല്ല പ്രതലമാണ്, വേറെ അപകടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിൽ ചെരുപ്പ് ധരിക്കാതെയാണ് ഖബർസ്ഥാനിലേക്ക് പ്രവേശിക്കേണ്ടത്. ഖബർസ്ഥാനിലെത്തിയാൽ മറ്റു ഖബറുകളിൽ ചവിട്ടുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അയാളുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ മറ്റു ഖബറിൽ കയറി നിൽക്കുക, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഖബറിൻ്റെ അവിടെ ഇരിക്കുക, അതൊന്നും ശരിയായ രീതിയല്ല. കല്ല് വെച്ച് ആ കല്ലിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇടുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ചില ആളുകളെങ്കിലും ആ മണ്ണിടുന്ന സമയത്ത് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണിടാറുണ്ട്. അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ഒന്നാമത്തെ മണ്ണിടുമ്പോൾ വമിൻഹാ ഖലഖ്നാകും, രണ്ടാമത്തെ തവണ പിന്നെ ത്വാഹയിലെ ഈ ആയത്തിൻ്റെ അടുത്ത ഭാഗം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന രീതിയല്ല. അങ്ങനെ പ്രത്യേകം പറയുന്നൊരു രീതി ശരിയല്ല. എന്നാൽ അവിടെ ഇങ്ങനെ കൈകെട്ടി നോക്കി നിൽക്കുക എന്നതുമല്ല. 3 പിടി മണ്ണ് വാരിയിട്ട്
അങ്ങനെയാണ് അവിടെ നിന്ന് പ്രാർത്ഥനകൾ ചൊല്ലി ഖബറിൻ്റെ പണി പൂർത്തീകരിച്ച് അതിനുശേഷം തസ്ബീത്ത് ചൊല്ലി ആ രൂപത്തിലാണ് തിരിച്ചു പോകേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തസ്ബീത്തിനെ ചോദിക്കണം. എപ്പോഴാണ്? ഖബറിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ. മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന തസ്ബീത്തിന് ഉറക്കെ ചൊല്ലുന്ന രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതല്ല, ഖബറിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു, അതിനുശേഷം തസ്ബീത്തിനെ ചോദിക്കണം. മലക്കുകൾ ആ മനുഷ്യൻ്റെ അരികിലേക്കെത്തും. ഇനി ചോദ്യത്തിലേക്ക് കടക്കാനിരിക്കുകയാണ്. ആ ചോദ്യത്തിന് സ്ഥൈര്യം ലഭിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് തസ്ബീത്തിന്, ആ മനുഷ്യന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കാൻ പറയുകയാണ്. ആ തസ്ബീത്ത് എങ്ങനെയാണ് ചോദിക്കേണ്ടത്? പ്രാർത്ഥനകൾ എപ്പോഴും പതുക്കെയാണ്. പ്രാർത്ഥനകൾ നല്ല ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്ന ആളെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ റബ്ബ് ചെവി കേൾക്കാത്തവനല്ല. പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്നാകണം, ആത്മാർത്ഥമാകണം. നമ്മൾ തസ്ബീത്തിനെ ചോദിക്കേണ്ടത് ആത്മാർത്ഥമായി, പതിഞ്ഞ ശബ്ദത്തിൽ അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. ആ ഒരു ബോധത്തോടുകൂടെ ആത്മാർത്ഥമായി പതുക്കെ, അങ്ങനെയാണ് തസ്ബീത്തിനെ ചോദിക്കേണ്ടത്. അതിന് പ്രത്യേകമായ ലഫ്ലുകളുണ്ടോ? പ്രത്യേകമായ ലഫ്ലുകൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇന്നതേ പ്രാർത്ഥിക്കാവൂ, അല്ല. നമുക്ക് അറബിയിൽ പ്രാർത്ഥിക്കാൻ അറിയില്ല, മലയാളത്തിൽ ചോദിക്കുക, പടച്ചോനെ പുറത്തു കൊടുക്കണേ, അള്ളാഹുവേ എൻ്റെ സഹോദരനാണ്, ആ മനുഷ്യന് സ്ഥൈര്യം നൽകണേ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹുവേ സ്ഥൈര്യം നൽകണേ, ഉത്തരം പറയാനുള്ള ശക്തി നൽകണേ. ഖബറിലാണ് അള്ളാഹുവേ അവൻ്റെ ജീവിതം ആരംഭിക്കുകയായി, അള്ളാഹുവേ എളുപ്പം നൽകണേ. ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ തട്ടിയുള്ള ചോദ്യമാണ് ഉണ്ടാകേണ്ടത്. ഇനി അറബിയിൽ ഒരാൾക്ക് ചോദിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് അറബിയിൽ ചോദിക്കാം. അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. നമ്മുടെ നാട്ടിൽ പൊതുവേ ചൊല്ലി വരുന്ന തസ്ബീത്തിൻ്റെ വരികളാണ്. അത് ഹദീസുകളിൽ അങ്ങനെ പ്രത്യേകമായി പഠിപ്പിച്ചതല്ല. എന്നാൽ നല്ല അർത്ഥമുള്ള, നല്ല ആശയമുള്ള പ്രാർത്ഥനയാണ്, നല്ല ആശയമുള്ള ചോദ്യങ്ങളാണ്. ആ ലഫ്ലുകൾ തന്നെ ഒരാൾക്ക് ചോദിക്കണമെങ്കിൽ ആ രൂപത്തിൽ ചോദിക്കാം. എന്നാൽ ഒരാൾ ചൊല്ലിക്കൊടുക്കുക, ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുക. ഒരാൾ ഉറക്കെ അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, ആ സമയത്ത് ബാക്കിയുള്ള എല്ലാവരും കൂടെ കേട്ട് ഉറക്കെ ചൊല്ല. അല്ലെങ്കിൽ ഒരു തക്കല്ലുഫ്, എല്ലാവരും കൂടെ ഒന്നിച്ച് ശബ്ദമുയർത്തിയിട്ട് തസ്ബീത്തിനെ ചോദിക്കുക. ഇതൊന്നും സുന്നത്തിനോട് യോജിച്ച് നിൽക്കുന്ന രീതിയല്ല. ഓരോരുത്തരും മനസ്സിൽ തട്ടി, ഓരോരുത്തരും ആത്മാർത്ഥമായി, ഓരോരുത്തർക്കും അവർക്കറിയുന്ന ഭാഷയിൽ അവർക്കറിയുന്ന പ്രാർത്ഥനകൾ ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്ന രീതിയാണ് അതിൽ ഏറ്റവും ശരിയായത്. ആ രൂപത്തിൽ തന്നെ നമ്മൾ തസ്ബീത്തിനെ നോക്കിക്കാണേണ്ടതുണ്ട്. അതുമാത്രമല്ല, എല്ലാവരും ഒന്നിച്ച് നിർത്തുക. ഇതിങ്ങനെ തുടങ്ങി കുടുങ്ങി എന്നുള്ളതുപോലെ നിർത്തിയാൽ ഇനി എല്ലാവർക്കും കൊണ്ട് പോകായിരുന്നു എന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തൊക്കെ മുഖം നോക്കി അല്ല. ഇത് നമ്മുടെ മനസ്സിൽ തട്ടിയുള്ള ചോദ്യമാണ്. എല്ലാവരും കൂടെ ഒന്നിച്ചു തുടങ്ങി ഒന്നിച്ച് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല തസ്ബീത്ത്. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ശരി നമുക്ക് പോകണം എങ്കിൽ നമ്മൾ തസ്ബീത്ത് നിർത്തി നമുക്ക് പോകാം. ആ മനുഷ്യനോട് സലാം പറഞ്ഞ്, ഖബറാളികളോട് സലാം പറഞ്ഞ് അവർക്ക് പ്രാർത്ഥിച്ച് തിരിച്ചു പോകാം. അല്ലാതെ എല്ലാവരും കൂടെ ഒരേ സമയത്ത് നിർത്തുക, ഒരേ സമയത്ത് ആരംഭിക്കുക അല്ല. ഖബറിൻ്റെ പണി കഴിഞ്ഞാൽ എല്ലാവരും ഖബറാളിക്ക് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കുക. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ചര്യ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഖബറാണെന്ന് തിരിച്ചറിയാൻ അടയാളങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തൻ്റെ ഖബറിൻ്റെ അരികിൽ ഖബറാണെന്ന് തിരിച്ചറിയാൻ റസൂലുള്ളാഹി കല്ല് വച്ചിരുന്നു. ഇപ്പോൾ ഖബറിൻ്റെ അരികിൽ രണ്ട് ഭാഗങ്ങളിലായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരുപാട് ഖബറുകൾ അടുപ്പിച്ചടുപ്പിച്ചുണ്ടാകും. അപ്പോൾ അതാ ഇത്രയും സ്ഥലം അത് ഖബറിൻ്റെതാണ് എന്ന് തിരിച്ചറിയാൻ രണ്ട് ഭാഗങ്ങളിലും കല്ല് വെക്കുന്ന രീതി അത് അനുവദനീയമാണ്, ചെയ്യാവുന്നതാണ്. എന്നാൽ ഇന്ന് കല്ല് തന്നെ പ്രത്യേകം ഡെക്കറേറ്റ് ചെയ്ത് മാർബിളിൽ കൊത്തി അതിലൊരു 786, അതിലൊരു ചന്ദ്രക്കല, അതിലൊരു നക്ഷത്രം, അതിൽ ഡേറ്റ് ഓഫ് ബർത്തും ഡെത്ത് ഓഫ് ഡേറ്റുമൊക്കെ കൊത്തിവെച്ച് ആ രീതി ശരിയല്ല. ഖബറാണെന്ന് തിരിച്ചറിയാൻ രണ്ട് കല്ല് വെക്കുക. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വഹാബാക്കൾ ഒരു കല്ല് വെച്ചവരുണ്ട്. നമുക്ക് ആ ഒരു അർത്ഥത്തിൽ തന്നെ ഖബറാണെന്ന് മനസ്സിലാക്കാൻ രണ്ട് കല്ല് സ്വീകരിക്കുന്നതിൽ
പ്രശ്നമുള്ള വിഷയമല്ല. എക്സ്ട്രാ കുറേ മണൽ കൊണ്ടുവന്ന് പ്രത്യേകമായ മണൽ വരുത്തിച്ച് ഖബർ പ്രത്യേകം അലങ്കരിച്ചൊരുക്കുന്നതൊക്കെ ചില ഇടങ്ങളിൽ കാണാൻ കഴിയും. അതൊന്നും സുന്നത്തിനോട് യോജിച്ച രീതിയല്ല. ഷാഫി മദ്ഹബിൽ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാഫി മദ്ഹബിൽ അഭിപ്രായ പ്രകാരം ആ ഖബർ കുടിക്കാനെടുത്ത മണ്ണ്, ആ കുടിച്ച സമയത്തെടുത്ത മണ്ണ്, അതല്ലാത്ത മണ്ണ് പോലും പിന്നീട് ഖബറിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നതാണ് മദ്ഹബിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് അതൊരു ഗർവായുധ. എൻ്റെ ഉപ്പാൻ്റെ ഖബർ കുറച്ച് ഉഷാറാണ്, ഞങ്ങൾ കുറച്ചൊക്കെ ബാപ്പാനെ നോക്കണവരാണ്, ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നും നോക്കാതെ മരിച്ചു കഴിഞ്ഞിട്ട് ഖബർമലാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഖബർ ലാളിത്യാണ്. ഖബറിൻ്റെ പുറംഭാഗമല്ല മനോഹരാകേണ്ടത്, ഖബറിൻ്റെ ഉള്ളാണ്. ഖബറിൻ്റെ ഉള്ളിലാണ് മനോഹരമായി തീരേണ്ടത്. അതിന് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന അമലുകളാണ് ആ ഖബറിൻ്റെ ഉള്ള് മനോഹരമാക്കി തീർക്കുക. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പല ഖബറുകളും ഇസ്ലാം പറഞ്ഞതുപോലെയല്ല. ഖബറുകൾ കെട്ടി ഉയർത്തി, അത് അലങ്കരിച്ച്, അതിൽ പച്ചപ്പട്ട് വിരിച്ച്, അതിൽ പൂക്കളർപ്പിക്കുന്ന രൂപത്തിലേക്ക് വരെ മുസ്ലിം സമുദായത്തിൽ പല ഖബറുകളും നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിലെ ഖബറും ഇത്തരം ആചാരങ്ങളും യാതൊരുവിധ ബന്ധവുമില്ല. ആദ്യമായി കൊണ്ട് ഖബർ കെട്ടി ഉയർത്തിയത് ഹിജ്റയുടെ 4-ാം നൂറ്റാണ്ടിലാണ്. ഹിജ്റയുടെ 4-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിയുടെ കാലം കഴിഞ്ഞു, സ്വഹാബികളുടെ കാലം കഴിഞ്ഞു, താബികളുടെ കാലം കഴിഞ്ഞു, അവരുടെ എല്ലാം കാലം കഴിഞ്ഞു. ഹിജ്റയുടെ 4-ാം നൂറ്റാണ്ടിൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റേത് എന്ന് പറയപ്പെടുന്ന ഒരു ഖബറാണ് ആദ്യമായി കൊണ്ട് കെട്ടി ഉയർത്തുന്നത്. അത് കെട്ടി ഉയർത്തിയത് ഷിയാക്കളാണ്. ഹിജ്റയുടെ 317 കഅബയെ ആക്രമിച്ചവർ, കഅബയെ ആക്രമിച്ച് ഹജറുൽ അസ്വദ് മോഷ്ടിച്ചവർ, 20 കൊല്ലക്കാലം ഹജറുൽ അസ്വദ് ഇല്ലാതെ ഹജ്ജ് അവിടെ കഴിഞ്ഞുപോയി. ഷിയാക്കളാണ് ആ ക്രൂരകൃത്യം ചെയ്തത്. അവരാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് ഖബർ കെട്ടിയുയർത്തുക എന്ന സമ്പ്രദായം ആരംഭിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖബറുകളുണ്ട്, ഒരൊറ്റ ജാറമില്ല. സ്വഹാബിയുടെ കാലഘട്ടത്തിൽ ഖബറുകളുണ്ട്, ഒരൊറ്റ ജാറമില്ല. താബിയുടെ കാലഘട്ടത്തിൽ ഖബറുകളുണ്ട്, ഒരൊറ്റ ജാറമില്ല. ഇമാം ഷാഫിയുടെയും ഇമാം മാലിക്കിൻ്റെയും കാലഘട്ടത്തിൽ ഖബറുകളുണ്ട് മുസ്ലിം ഉമ്മത്തിന്, ജാറങ്ങളില്ല. കേരളത്തിൽ മാലിക് ബിൻ ദീനാറും കൂട്ടരും കേരളത്തിലെത്തി 10-ലധികം പള്ളികൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്, ഒരു ജാറവും അവർ നിർമ്മിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ ജാറ വ്യവസായവും ഇസ്ലാമും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും ഈ ഉമ്മത്തിനുണ്ടാകണം. 100-ലധികം ഹദീസുകൾ ഖബർ കെട്ടിപ്പൊക്കുന്നത് വിരോധിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഖബർ കെട്ടി ഉയർത്തരുത് എന്ന കൽപ്പനയുള്ള 100-ലധികം ഹദീസുകൾ. മുസ്ലിം സംഘടനകളിൽ ഒരാൾക്കും അതിൻ്റെ സ്വീകാര്യതയിൽ ഒരു തർക്കവുമില്ല. അത് സ്വഹീഹാണോ ദഈഫാണോ ഒരു ചർച്ചയുമില്ല, എല്ലാവർക്കും അറിയാം അത് സ്വഹീഹാണ്. 100-ലധികം ഹദീസുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്തുകൾ എടുത്തു നോക്കൂ. ലോകത്തുനിന്ന് വിട പറയുന്നതിൻ്റെ 5-ാമത്തെ ദിവസം റസൂലുള്ളാഹി ഈ ഉമ്മത്തിന് വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. 3-ാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. മരണപ്പെടുന്നതിൻ്റെ തൊട്ടു മുമ്പ് ചുണ്ടുകൾ പതുക്കെ റസൂലുള്ളാഹി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ ചുണ്ടിലേക്ക് കാത് ചേർത്ത് വയ്ക്കുമ്പോൾ കേൾക്കുന്നത് ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ. ജൂത ക്രിസ്ത്യാനികൾക്ക് അല്ലാഹുവിൻ്റെ ലഅനത്തുണ്ടായി. അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധിക്കുന്ന കേന്ദ്രമാക്കി മാറ്റി, ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഖബർ ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിലാണ്, നമ്മുടെ ഉമ്മാന്റെ വീട്ടിലാണ്. ആ കട്ടിൽ മാറ്റി, ആ കട്ടിലിൻ്റെ നേരെ താഴെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖബർ ഒരുക്കിയത്. 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ ഖബർ അവിടെ വന്നു. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു തന്റെ ഖബർ അവിടെ വന്നു. 3 ഖബറുകൾ ഇസ്ലാമിക ചരിത്രത്തിലെ
മഹാനേതാക്കന്മാരുടെ ഖബറുകൾ. സാധാരണ പറയാറുണ്ട് സാധാരണക്കാരെ ഖബർ പൊക്കാൻ പാടില്ല, മഹാന്മാരുടെ ഖബർ പൊക്കാന്നാണ്. അള്ളാന്റെ റസൂലിനേക്കാൾ വലിയ മഹാൻ ഈ ഉമ്മത്തിലുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയേക്കാൾ വലിയ മഹാനുണ്ടോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലയേക്കാൾ വലിയ മഹാനുണ്ടോ? ആയിഷ റളിയല്ലാഹു തആലയുടെ അരികിലേക്ക് മഹാനായ ഖാസിം ഇബ്നു മുഹമ്മദ്, ആയിഷ റളിയല്ലാഹു തആലയുടെ സഹോദരന്റെ മകൻ ഖാസിം റൂമിലേക്ക് വന്നിട്ട് ചോദിക്കാണ്, ഉമ്മ അള്ളാന്റെ റസൂലിന്റെ ഖബറൊന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരുമോ എന്ന് ചോദിക്കാനുള്ള കാരണം അവിടെ ഒരു പ്രത്യേക പച്ച പട്ട് വിരിച്ച് സിയാറത്ത് ടൂറുകളും സിയാറത്ത് യാത്രകളും അതിങ്ങനെ വ്യാപകമായി നടക്കുന്ന ഒന്നല്ല. റസൂലുള്ളാഹിയുടെ വീട്ടിൽ ആയിഷ റളിയല്ലാഹു തആലയുടെ റൂമിൽ അവിടെയാണ് ആ ഖബർ. ആയിഷ ബീവി കാണിച്ചു കൊടുത്താലേ കാണാൻ കഴിയുള്ളൂ. ഒന്ന് കാണിച്ചു തരുമോ? ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖബർ കാണിച്ചു കൊടുത്തു. എന്താ റസൂലുള്ളാഹിയുടെ ഖബറിനെ പറ്റി പറഞ്ഞത്? നഹ്വം മിൻ ശിബ്ർ, ഒരു ചാണാണ് ആ ഖബറിന്റെ ഉയരം. ചില റിവായത്തുകളിൽ 4 വിരലുകളുടെ 4 വിരൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ എത്ര ഉണ്ടോ അത്രയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ ഉയരം. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ ഉയരം. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ ഖബറിന്റെ ഉയരം. അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തന്റെ ഖബറിന്റെ ഉയരം. നമ്മുടെ നാട്ടിലോ ഖബർ തോട്ടങ്ങൾ. കാസർഗോഡ് ഖബർ തോട്ടമാണ്, നീണ്ടു നിൽക്കുന്ന ഖബറുകൾ. കറാമത്തിനനുസരിച്ച് ഖബറിങ്ങനെ വളരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം 50 കൊല്ലം ആയിഷ റളിയല്ലാഹു തആല ജീവിച്ചു. 50 കൊല്ലം. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ പട്ടിണിയാണ്, മരണപ്പെട്ടപ്പോൾ ദാരിദ്ര്യം കൂടി, പ്രയാസം കൂടി. എന്താ നമ്മുടെ ഉമ്മ പറഞ്ഞത്? ആ പട്ടിണിയുടെ ശക്തിയെപ്പറ്റി എന്താ പറഞ്ഞത്? 3 തവണ ഹിലാൽ വീടിന്റെ മുകളിലൂടെ മാറി മറിഞ്ഞു എന്ന് പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞു. 2 മാസം കടന്നുപോയി. 1 മാസപ്പിറവി കണ്ടു, അടുത്ത മാസപ്പിറവി വന്നു, 1 മാസം കഴിഞ്ഞു. 3-ാമത്തത് വന്നു, 2 മാസം കഴിഞ്ഞു. വീട്ടിൽ ഭക്ഷണം തംറും മാവും, ഈത്തപ്പഴവും വെള്ളവും. 2 മാസം അടുപ്പ് പുകഞ്ഞിട്ടില്ല. 2 മാസം അടുപ്പ് പുകഞ്ഞിട്ടില്ല. ചെലവ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു ഏറ്റെടുത്തു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു പ്രയാസങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹം ചെലവേറ്റെടുക്കുകയാണ് നമ്മുടെ ഉമ്മയുടെ ചെലവ്. നല്ലൊരു ഹുബ്സ് കൊണ്ടേ കൊടുത്തു. ആ ഹുബ്സ് കണ്ടപ്പോൾ ആയിഷ ബീബി കരഞ്ഞു. എന്നിട്ട് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര നേർത്ത, ഇത്ര മിനുസമുള്ള ഒരു ഹുബ്സ് അള്ളാഹുവിന്റെ റസൂൽ കഴിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസത്തിൽ 2 തവണ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, അബ്ദുറഹ്മാൻ, നിന്റെ പൈസ ഒന്നും ആവശ്യമില്ല. ഒരു നേർച്ചപ്പെട്ടി ആ ഖബറിന്റെ അടുത്ത് വെച്ചാൽ എനിക്ക് ജീവിക്കാനുള്ളത് കിട്ടും. ആ ഖബറിന്റെ അരികിൽ ഒരു ബോക്സ് വെച്ച് കഴിഞ്ഞാൽ 2 സ്വലാത്ത് ചൊല്ലിയാൽ എനിക്ക് ജീവിക്കാനുള്ള വരുമാനാകും. കൊല്ലത്തിലൊരു ചന്ദനക്കുടം മതി, കൊല്ലത്തിലൊരു ഉറൂസ് മതി, കൊല്ലത്തിലൊരു നേർച്ച മതി, എനിക്ക് ആയുഷ്കാലം ജീവിക്കാനുള്ള വരുമാനം അവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞോ? നമ്മുടെ സലഫുകൾ ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ ഖബർ കൊണ്ട് 1 രൂപയെങ്കിലും 1 ദിർഹമെങ്കിലും അവർ സമ്പാദിച്ചോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഖബറിന്റെ പേരിലുള്ള ചൂഷണം, ഖബർ കെട്ടിയുയർത്തൽ, ഖബറിന്മേൽ കുമ്മായമിടൽ, ഖബറിന്മേൽ പച്ചപ്പട്ട് വിരിക്കൽ, അവിടെ നടക്കുന്ന ചന്ദനക്കുടവും ഉറൂസും ആ രൂപത്തിലുള്ള ചടങ്ങുകളെല്ലാം അതിന് ഇസ്ലാമുമായി ബന്ധമില്ല. ഹിജ്റയുടെ 318കളിൽ കഅബയെ ആക്രമിച്ച ഷിയാക്കൾ തുടങ്ങി വെച്ച ആചാരമാണ് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയാനും അത്തരം അപകടങ്ങളെക്കുറിച്ച് ഈ സമുദായത്തിന് താക്കീർ നൽകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു എല്ലാവിധ ബിദ്അത്തുകളെ തൊട്ടും അനാചാരങ്ങളെ തൊട്ടും മാറി നിൽക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു കഴിഞ്ഞാൽ എത്തിയ ഇടം ഏറ്റവും മനോഹരമാക്കാനും അവിടേക്കുള്ള അമലുകൾ ഈ ദുനിയാവിൽ തന്നെ ഒരുമിച്ച് കൂട്ടാനുമുള്ള തൗഫീക്ക് അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ,
സന്താനങ്ങളില്ലാതെ ഒരുപാട് ആളുകൾ ഞങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവേ, അവർക്ക് ഏറ്റവും ഖൈറായതിനെ നീ നൽകി അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, എളുപ്പം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, മാറി മറിയുന്ന ഞങ്ങളുടെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. അല്ലാഹുമ്മ ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് റബ്ബനാ ലാ തജ്അൽ ഫിത്നതനാ ഫീ ദീനിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.